എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഉണ്ടാ. അപ്പൊ ആർക്കും ഒരു പരിചയമില്ലാത്തൊരു ചെടിയാണ് പാൻ മസാല ചെടി. അപ്പൊ ഇതിനെ മൗത്ത് ഫ്രഷ്നർ പ്ലാന്റ് എന്നും പറയൂട്ടോ. അപ്പൊ പേര് കേൾക്കുമ്പോ ആരും നെട്ടണ്ടട്ടാ. ഇത് നമുക്ക് ശരീരത്തിന് ദോഷമില്ലാത്ത ചെടിയാണ്. നല്ല ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ള ചെടിയും കൂടിയാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. പിന്നെ ഇത് കണ്ട, ഇത് വലിയ മരവും ഇട്ട് പോണ ഒരു ചെടിയൊന്നും അല്ലട്ടാ. ഒരു കുറ്റിച്ചെടി ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലും ചെടി ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. വീടിന്റെ മുറ്റത്ത് തന്നെ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് തന്നെ നട്ടു വളർത്താം. കാരണം ഇത് വളർന്നു വരുമ്പോ നല്ലൊരു ഭംഗിയായിരിക്കുള്ളൂ. നമുക്ക് കുറ്റിച്ചെടിയായിട്ട് നിർത്താലോ. അപ്പൊ ഈ ചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ സാധാരണ നമ്മ അടിയിൽ ഇപ്പൊ ഈ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ചെടിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഇലകൾക്കാണ് പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഇലകളൊക്കെ ഇരിക്കണത് ഇതേപോലെയാണ്. ഇതിന്റെ ഇലകൾ ഇരിക്കണത് നല്ല കട്ടിയുള്ള ഇലകളൊക്കെ. പിന്നെ നമുക്കിപ്പോ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഇപ്പൊ ഒരു ഇല നമ്മിപ്പോ ഭക്ഷണം ഒക്കെ കഴിച്ച ശേഷം നമ്മുടെ വായിലെ ദുർഗന്ധമൊക്കെ മാറാൻ നല്ലതാണ് ഈ ഇല. പിന്നെ നമ്മ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മ ഹോട്ടലിലൊക്കെ പോകുമ്പോ നമ്മ പെരുംജീരകം, പഞ്ചസാരയൊക്കെ കൂടിയും കഴിക്കൂലേ, അതേ ഒരു ഫീലിംഗ് ആണ് നമ്മ ഈ ഇല കഴിച്ചാലുള്ളത്. അപ്പൊ നമ്മ ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്ത് ഭക്ഷണ ശേഷം നമുക്ക് ചവച്ചരച്ച് കഴിക്കാം. ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ. പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ വയറ്റിലുള്ള അസുഖങ്ങൾ, പൾസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് നമ്മിന്റെ ഇല ചവച്ചരച്ച് കഴിക്കണത്. പിന്നെ ശരീരത്തിന്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടി നല്ലതാണ്. അപ്പൊ നമുക്ക് ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം അല്ലാത്തപ്പോഴൊക്കെ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. എന്തായാലും കഴിക്കണത് എന്തായാലും നല്ലത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. വേറെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത്. വേറെ നമുക്ക് നട്ട് നമ്മൾ ഇതിന്റെ അരികത്തേക്ക്, ഈ ചെടിയുടെ അരികത്തേക്ക് വരുമ്പോ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് നമുക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൊതുകുകളൊന്നും വരില്ലെന്ന് തോന്നുന്നു ഈ ചെടി വെച്ച് പിടിപ്പിച്ചാല്. അപ്പം അതിനൊക്കെ പറ്റിയൊരു ചെടിയാണ്. അപ്പൊ എല്ലാവരും ഇത് നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈക്കൾ മേടിക്കാൻ കിട്ടുമായിരിക്കും. അപ്പൊ കിട്ടുകയാണെങ്കിൽ നിങ്ങ വീടിന്റെ മുറ്റത്ത് നല്ലൊരു ചെടി തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെക്കാൻ പറ്റിയ ഒരു ചെടി. അപ്പൊ എല്ലാവരും ഈ ചെടിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.